ഏത് നോക്കിയ സുഹൃത്തുക്കളെ എന്തൊരു പെർഫെക്ഷനാണ്. എന്താ പറയാ, ആ കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ ജീവൻ തുടിക്കുന്ന ഒരു ശില്പം. ഈ കാണുന്ന ശില്പം കണ്ടില്ലേ, ഇത് ആരുടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തൻ തമ്പുരാന്റെ ഒരു ശില്പം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ ഒട്ടനവധി ശില്പങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടെ വന്ന് സത്യത്തിൽ ഞെട്ടി നിൽക്കുകയാണ്. പുറകിൽ കാണുന്ന നമ്മളെ ശകുന്തള, അതോടൊപ്പം തന്നെ നമ്മളുടെ സൈഡിലായി കാണുന്ന ശക്തൻ തമ്പുരാൻ. ഇതൊന്നും കൂടാതെ രാജു ചേട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ സംഗതി, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. രാജു ചേട്ടാ, എങ്ങനെയാണ് ഇത് ചെറുപ്പം മുതലേ ഈ ഒരു ഇതിൽ മേഖലയിൽ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്? ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇതിനോടൊരു ഇഷ്ടമാണ്. കാരണം ചിത്രങ്ങളോടും ഈ ശില്പങ്ങളോടും ഇഷ്ടം കാരണം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക്. പുസ്തകം ഞാൻ തൊടില്ല, കൈകൊണ്ട് തൊടില്ല. അതപ്പോ ഈ ചെറുപ്പത്തിലൊക്കെ അച്ഛനും ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരൊന്നും ചീത്ത പറയില്ല? ഇങ്ങനെ ചീത്ത പറയും. എൻ്റെ വീടിന്റെ മുമ്പിൽ പുളിമര നിന്നിരുന്നു. ആ പുളിയുടെ കൊമ്പൊക്കെ കഴിഞ്ഞു, താഴെയുള്ളൊക്കെ കഴിഞ്ഞു. ഒരടിക്ക് ഞാൻ സ്കൂളിലെത്തും, പക്ഷെ സ്കൂളിലെത്തില്ല. സ്കൂളിന്റെ അപ്പുറത്തൊരു പാടമുണ്ട്. ആ പാടത്ത് പോയിട്ട് അവിടെ ഈ തിണ്ടുകൾ ഉണ്ടാവുമല്ലോ, നെല്ല് വിളഞ്ഞൊക്കെ നിൽക്കുമ്പോൾ ഈ വെള്ളം ഉണ്ടാവും, അതിൽ മീനൊക്കെ തുള്ളിച്ചാടും, അത് പുറത്തേക്ക് ചാടി പോണത്, അതൊക്കെ കണ്ടു നടക്കാണ് എനിക്ക് ഇഷ്ടമായത്. അതായത് പ്രകൃതിയാണ്, അതിന് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പ്രകൃതിയാണ് എൻ്റെ ഇഷ്ടം. ഞാൻ ഇങ്ങനെ അലഞ്ഞു നടക്കും പ്രകൃതിയുടെ ഒപ്പം. ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഇവരോടൊക്കെ ആരോടും പറഞ്ഞാൽ അത് ഏൽക്കില്ല. പക്ഷെ മനസ്സിൽ മുഴുവൻ അതിനൊരു ഉദാഹരണം എനിക്ക് തോന്നിയെന്താണെന്നറിയോ, നമ്മൾ ആ ശകുന്തലേനെ ചെയ്ത ആ ഒരു ശില്പത്തില് നമ്മൾ ആ പൂക്കള്, അതുപോലെ തന്നെ മാന്, അതിന്റെ ആ ഫ്ലോറിലുള്ള ടെക്സ്ചർ വരെ അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഒരു നന്നായി വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള എനിക്ക് മനസ്സിലായത്. ഞാൻ പ്രകൃതിയോട് എനിക്ക് അത്രയും വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ രാജേട്ടാ, നമ്മള് ചെയ്ത കുറെ ശില്പങ്ങളുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഒന്ന് കണ്ടാലോ? നമ്മള് ഇപ്പൊ പുറകില് ശകുന്തളയുടെ ഒരു ഇതുണ്ടായി, സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് അതിന് പ്രത്യേകത ഉള്ളത്? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ രവിവർമ്മ വരച്ച ശകുന്തളയുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് കഴിഞ്ഞാൽ, ഈ ഒരു കാട്ടില് സഞ്ചരിക്കുന്ന കൂട്ടുകാരൊത്ത് സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ്. അത് ഞാൻ തിരുവനന്തപുരം മ്യൂസിയത്തിലാണ് വെച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ ആ ചിത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രവിവർമ്മയുടെ എല്ലാ ചിത്രങ്ങളും ഇഷ്ടമാണ്, പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അപ്പം അതുപോലെ ഒരു ശകുന്തളേനെ ഒരെണ്ണം ആ ചിത്രം നോക്കി ഇതിലെല്ലാം ചെയ്യണം എന്നുണ്ടായിരുന്നു. മരത്തിൽ ഒരെണ്ണം ചെയ്യണമെന്ന്. ആ കാടിൻ്റെ ഒരു പശ്ചാത്തലം, പൂക്കൾ, വള്ളികൾ, അതൊക്കെ ചെയ്യണമെന്നൊരു ഒരു മനസ്സിലൊരു ആഗ്രഹം വന്നു. നമ്മൾ ഈ ശകുന്തളയുടെ ശില്പം അത് എന്ത് മരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇത് കുമ്മിഴെന്ന് പറയുന്ന ഒരു മരത്തിലാണ്. കുമ്മിഴ്. അതെന്താ അങ്ങനെ ആ മരം എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, അത് ഈ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം, എളുപ്പം, സോഫ്റ്റ്, ഈ മരത്തിന് ഒരു ഗുണങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ലൈഫ് എങ്ങനെയാ? നല്ല ലൈഫുണ്ട്. അത് ഏത് മരത്തിനോടൊപ്പം നിൽക്കും. ഇത് എത്ര അടിയുണ്ട് നമ്മൾ ഈ ശില്പം? ഇതിപ്പോൾ 4.5 അടി, അല്ല 3.5 അടി ഹൈറ്റ് ഉണ്ട്. 3.5 അടിയാണ് ഹൈറ്റ് വരുന്നത്. എത്ര സമയം എടുത്തിട്ടുണ്ടാവും നമ്മൾ ഈ ശില്പം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്? ഇത് തുടങ്ങി വെച്ചത് ഒരു 5-6 കൊല്ലമായി ഉണ്ടാവും. പക്ഷെ ഇതിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തിലേറെ നമുക്ക് വേണ്ടി വരും. അതായത് നമ്മളെ ഒഴിവ് സമയത്ത് ആണ് നമ്മൾ ചെയ്തത് അല്ലേ? 1 വർഷത്തോളം എന്നാലും നമുക്ക് സമയം എടുക്കും. അതെ. നമുക്ക് ഈ ഒരു ശില്പം നോക്കുമ്പോഴേ അതിൻ്റെ മുകളിൽ കുറേ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിലൊക്കെ ഡീറ്റെയിലിങ് നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിലെ ആഭരണങ്ങളും അതുപോലെ തന്നെ മുടിയുടെ ആ ഓരോ ഇഴകളും അതൊക്കെ ഇങ്ങനെ ഒരു പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? അത് നമ്മളെ കൊണ്ട് അതങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് എത്തിക്കുകയാണ്. നമ്മൾ മനസ്സിൽ നമുക്കൊരു ഒരു ഇതുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു മുടിയഴയാണെങ്കിലും അതെങ്ങനെ വരണമെന്ന് മനസ്സിലുണ്ട്, പക്ഷെ കൈ നമുക്ക് അവിടേക്ക് വരണം. അത് വന്നു അതിപ്പോ അത് ഒരു നമുക്ക് ദൈവം തന്നൊരു കഴിവായിട്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ആർക്കെങ്കിലും വാങ്ങിക്കണം വെച്ചെങ്കിൽ നമ്മൾ ഇപ്പൊ വിൽക്കാൻ തയ്യാറുണ്ടോ? വിൽക്കാൻ തയ്യാറുണ്ട്. ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര രൂപ കിട്ടിയാ ഇത് കൊടുക്കും? എനിക്ക് വില പറയാൻ, എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കറിയില്ല. അതായത് ശരിക്ക് ഇത് വന്ന് കാണുന്നവർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ, മേടിക്കാൻ ആഗ്രഹിക്കുന്നവര്, അവര് ഒരു
കലാസൃഷ്ടി, ഒരു ശില്പകാരൻ്റെ കലാസൃഷ്ടിക്ക് വില അവർ കാണണം അല്ലേ? അതിൻ്റെ പിന്നിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ വളരെയധികം എഫേർട്ട് എടുത്ത് നിരവധി സമയം ചെലവഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രം ഒരു വില പറയാം അല്ലേ? അപ്പോൾ നമ്മളെ കയ്യിലൊരു ശില്പം ഇരിക്കുന്നുണ്ട്, അതിന് കുറേ പ്രത്യേകതകളുണ്ട് അല്ലേ? അതെന്താണെന്ന് പറയാമോ? ഇത് ശക്തൻ തമ്പുരാന് നമ്മൾ സങ്കല്പിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. സങ്കല്പിക്കുകയാണ് ശക്തൻ തമ്പുരാൻ, നമ്മളതിന് പേര് കൊടുത്തിരിക്കുക. അതെന്താ കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാൻ്റെ ഒരു ജീവചരിത്രങ്ങളൊക്കെ വായിച്ചും കേട്ടൊക്കെ ഉള്ളൊരു നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു രാജപ്രൗഢിയിൽ നമ്മൾ ഒരെണ്ണം ചെയ്തു നോക്കിയതാണ്. ശരിയായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ കാണുന്നവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ ഒരു ശില്പം കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ തലയിലെ ആ ഒരു കെട്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ആ വാള് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ശൈലി, അതൊക്കെ വളരെ പെർഫെക്ഷൻ. പിന്നെ നമ്മൾ ആ തോളിൽ കിടക്കുന്ന ആ മുണ്ടിന്റെ ഇഴകള്, ഇങ്ങനെയൊക്കെ വളരെയധികം പെർഫെക്ഷനിലേക്ക് അതൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാ എത്ര കെർവ് ചെയ്യാൻ പറ്റും നമുക്ക്? അത് പൊതുവെ എനിക്ക് ഒരു ശില്പം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ആകത്തുക ഒന്ന് പഠിക്കും. ഒരു കൃഷിക്കാരനാണെങ്കിൽ കൃഷിക്കാരൻ എന്താണ് വേഷം, ഒരു രാജാവാണെങ്കിൽ എന്താ വേഷം, അതുപോലെ ഒരു പൂജാരിയാണെങ്കിൽ എന്താ വേഷം. അപ്പം അങ്ങനെ പഠിച്ചെടുത്തപ്പോൾ ശക്തമ്പുരാൻ്റെ വേഷം എനിക്ക് ഇന്നതാണ് എന്നുള്ളൊരു ധാരണ കിട്ടി. ആ ധാരണ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്കിനി അടുത്തത് ഏതാണ് ശില്പം കാണാറില്ല നമ്മൾ ചെയ്തില്ലേ? ഇനി കാണാനുള്ളത് വെളിച്ചപ്പാടിൻ്റെയാണ്. ഇതൊരു സിനിമ കണ്ടതിൻ്റെ പ്രചോദനത്തിൽ നിന്ന് ഉണ്ടായതാണ്. പിന്നെ നാട്ടിലും അതിനുശേഷം ഞാൻ വെളിച്ചപ്പാടുകളെ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വെളിച്ചപ്പാടിൻ്റെ ആ മൂടി കഴിച്ചിട്ടുള്ള വരവ്, അരമണിയും പിന്നെ തുള്ളി വരുന്നതൊക്കെ എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നി. അപ്പോൾ അത് ഇങ്ങനെ അതേമാതിരി ഉണ്ടാക്കാൻ നമുക്ക് മുഴുവൻ സാധിക്കില്ല, എങ്കിലും ഒരു രൂപഘടന ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഞാനിതിൽ വളരെയധികം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ രാജു ചേട്ടൻ ചെയ്യുന്ന ഓരോ ശില്പങ്ങളിലും ചെയ്യുന്ന ഡീറ്റെയിലിംഗ് ആണ്. അതിൻ്റെ അരയിലുള്ള ഒരു അരമണി, അതൊക്കെ അത്രയും പെർഫെക്ഷനായിട്ട് തന്നെ ഡീറ്റെയിൽ ചെയ്യും. നമ്മളൊരു ശില്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ ഒരു പിക്ചർ മനസ്സിലുണ്ട് ഉൾക്കൊള്ളും അല്ലേ? അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത് അല്ലേ? നമുക്ക് ഇത് എത്ര അടി ഹൈറ്റ് ഉണ്ട്? ഈ ഒരടിയിലാണ്. ഇത് എന്ത് മരത്തിലാണ് നമ്മൾ ഈ ശില്പം? തേക്കിലാണോ ചെയ്തത്? അപ്പോൾ ഇതും നമ്മൾ ഇതുപോലെ കൊടുക്കാനുള്ളതാണ്. നമുക്ക് ഇത് കൂടാതെ നമുക്കൊരു വർക്കും കൂടി, അതായത് ഒരു ശില്പം കൂടി നമുക്ക് കാണാനുണ്ട് അല്ലേ? അപ്പോൾ അതൊന്ന് കണ്ടാലോ? ഇപ്പോൾ കയ്യിലൊരു പുതിയ ശില്പമുണ്ട്. അത് കാണുമ്പോൾ രണ്ട് കൈയും തോളോട് ചേർത്ത് വെക്കുന്ന ഒരു ശില്പമാണത്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഇത് ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു രൂപമായിട്ടാണ് ചെയ്തത്. എന്താണ് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള കാരണം? അത് പല ആൾക്കാർക്കും ജീവിതത്തിൽ അങ്ങനെ നിസ്സഹായാവസ്ഥകൾ വരും. അതെ. അപ്പോൾ അവർ അങ്ങനെ നിന്നു പോകും. നിസ്സഹായാവസ്ഥയിൽ നിൽക്കുമ്പോൾ കൈ താഴെ ഇട്ട് ബലമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. അപ്പോൾ നമുക്ക് ഇത് കൂടാതെ ഇനിയൊരു സ്പെഷ്യൽ സംഭവം കാണാനുണ്ട് അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ? കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് ഇപ്പം നമ്മളെ രാജുചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അല്ലേ? അതെ. എന്താണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇതും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ശകുന്തളയുടെ ഒരു ചരിത്രത്തിൽ കൂടിയാണ് നമ്മൾ ശകുന്തള വന്നത്. ഇത് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണത്. ജീസസിൻ്റെ അവസാനത്തെ അത്താഴം. ലോകത്തിലെ ഏറ്റവും വലിയൊരു ചിത്രകാരൻ ഡാവിഞ്ചി വരച്ചേണ്ട ഒരു ചിത്രം. നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റില്ല, ഏകദേശം ഒന്ന് ചെയ്തു കൂട്ടാനൊക്കെ പറ്റുള്ളൂ. എങ്കിലും കുറേയൊക്കെ നമ്മൾ അതിനോട് യോജിച്ചും അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഈ ശില്പം കണ്ടപ്പോഴേ എനിക്ക് വളരെയധികം അട്രാക്ഷനായിട്ട് തോന്നിയൊരു കാര്യം തന്നെയല്ലേ, നമ്മൾ കുറച്ച് അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു 3D ഫീലാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ഉള്ള ഓരോരുത്തരെയും അത്രയും ഡീറ്റെയിൽ ആയിട്ട് കെർവ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് തുടങ്ങിയത്. ഇത് എടുത്തു പറയാനുള്ളത് ഒരു ഒറ്റത്തടിയിലാണ്. നമ്മൾ ഈ കണ്ട പുറകിലായിട്ട് കണ്ട ശകുന്തള ആയിക്കോട്ടെ, ശക്തൻ തമ്പുരാനായിക്കോട്ടെ, നിസ്സഹായത അവസ്ഥയിൽ നിൽക്കുന്ന ആ വ്യക്തി ആയിക്കോട്ടെ, എല്ലാം ചെയ്തിരിക്കുന്ന ഒറ്റത്തടിയിലാണ്. ഒറ്റത്തടിയിലാണ്. അപ്പോൾ
ഇതൊക്കെയാണ് നമ്മളുടെ രാജു ചേട്ടൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും സമയം കൊണ്ട് നമുക്ക് കുറേ ശില്പങ്ങൾ നമ്മളെ രാജു ചേട്ടൻ കാണിച്ചു തന്നു. അതെങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരിക ചെയ്തു. അപ്പോൾ ഇത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ രാജു ചേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും കൂടി വിളിക്കരുത്. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ശില്പം വാങ്ങിക്കണം, നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും ശില്പം വാങ്ങിക്കണമെന്നെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ റെസ്പോണ്ട് ചെയ്യും, അല്ലേ? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ഓരോ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു അത്രയും കെർവ് ചെയ്തിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ഡിസ്റ്റർബൻസ്, അവരെ ആ ജോലി മുന്നോട്ട് പോകാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലുള്ള കലാകാരന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, പലരും വാങ്ങിക്കേണ്ട ആഗ്രഹത്തിൽ വിളിക്കുന്നു, പക്ഷേ വളരെ എഫേർട്ട് എടുത്ത് വളരെയധികം സമയം എടുത്തിട്ടൊക്കെയാണ് ഇതുപോലുള്ള ശില്പങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത്, നമ്മളിതിനെ വില കുറച്ച് പറയുന്നത്, അല്ലേ? അതൊക്കെ ഒരു ശരിയുള്ള കാര്യങ്ങളല്ല. നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ സഹോദരങ്ങളൊക്കെ ഇത് വളരെയധികം ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ രാജു ചേട്ടനെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.